എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു അറിവിൻ്റെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ കൊക്കക്കോള ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു നഗരം, നമ്മൾക്ക് അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം ഇന്നത്തെ വീഡിയോയിൽ. അതായത് എന്തുകൊണ്ടാണ് കൊക്കക്കോള ഈ നഗരത്തിൽ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് കാരണം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. തെക്കുകിഴക്കൻ മെക്സിക്കോയിലെ ചിയാപ്സ് സംസ്ഥാനത്തിലെ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുനിസിപ്പാലിറ്റിയായ ചാമുല, അവിടെയാണ് ഇപ്പോൾ കൊക്കക്കോള ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നഗരം. ഊർജ്ജസ്വലമായ തദ്ദേശീയ സംസ്കാരത്തിനും ആഴത്തിലുമുള്ള പാരമ്പര്യത്തിനും പേരുകേട്ട നഗരമാണിത്. എന്നിരുന്നാലും സമീപകാല ദശകങ്ങളിൽ ഈ ചാമുലയെ ആഗോള ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയ അസാധാരണമായ ഒരു പ്രതിഭാസമാണ് കൊക്കക്കോളയുടെ അസാധാരണമായ ഉപയോഗം. ഒരു കൊക്കക്കോള പോലെയുള്ള ഒരു ആഗോള പാനീയം ഈ തദ്ദേശീയ സമൂഹത്തിൻ്റെ പാരമ്പര്യങ്ങളോടും ദൈനംദിന ജീവിതത്തോടും എങ്ങനെ ഇഴചേർന്നു എന്നതിൻ്റെ കഥ നമ്മൾ ചരിത്രവീതിയിലൂടെ പോയി കഴിഞ്ഞാൽ ഏകദേശം 1960കളിൽ കൊക്കക്കോള മെക്സിക്കോയിലെ നഗര ഗ്രാമീണ വിദൂര വിപണിയിലേക്ക് അവരുടെ വിപുലീകരണം ആരംഭിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് കൊക്കക്കോളയുടെ ഭയങ്കരമായ ഉപയോഗം ഈ ചാമുല നഗരത്തെ ഗ്രസിച്ചത്. ഈ ചുമന്ന കളറും ഈ മധുരവും അതുകൂടാതെ നുരഞ്ഞു പൊന്തുന്ന ഉന്മേഷദായകവുമായ രുചിയുള്ള ഈ പാനീയം അവിടുത്തെ പ്രദേശവാസികളുടെ ശ്രദ്ധയെ വളരെ വേഗത്തിൽ ആകർഷിച്ചു. അതുകൂടാതെ അവരുടെ മതത്തിൻ്റെ ഒരു ഭാഗമായി, അതായത് കത്തോലിക്ക മതത്തിൻ്റെ ഒരു ഭാഗമായും ചാമുല നിവാസികൾ ഈ കൊക്കക്കോളയെ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് കൊക്കക്കോള എന്ന പാനീയം ദൈവങ്ങൾക്കുള്ള വഴിപാടും ആത്മീയ രോഗശാന്തിക്കുള്ള ഉപകരണവുമായി അവിടത്തുകാർ ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നുണ്ട്. അതായത് കൊക്കക്കോള വാതകം ശരീരത്തിൽ നിന്ന് ദുരാത്മാക്കളെ പുറന്തള്ളാൻ സഹായിക്കുമെന്നാണ് അവിടുത്തെ ചിലർ വിശ്വസിക്കപ്പെടുന്നത്. അവിടെ ഈ ചാമുല എന്ന് പറഞ്ഞാൽ സാൻജുവാൻ ചാമുല എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേരും. ചെറിയൊരു ഗ്രാമമാണിത്. അത് കൊക്കക്കോളയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു പള്ളി പോലും അവിടെയുണ്ട്. അവിടെ നമ്മൾ എവിടെ തിരഞ്ഞെന്ന് നോക്കിയാലും കൊക്കക്കോളയുടെ സാന്നിധ്യമാണ് അവിടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. റോഡിൽ കാണുന്ന കൊക്കക്കോളയുടെ ലോഗോ പതിച്ച ചുവന്ന ട്രക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുകൂടാതെ വഴിവക്കിലെ കടകളിൽ കൊക്കക്കോളയുടെ ഫ്രിഡ്ജുകൾ, അതുകൂടാതെ കൊക്കക്കോള വെച്ചിട്ടുള്ള ടേബിളുകൾ എല്ലാം അവിടുത്തെ കാഴ്ചകളാണ്. അതായത് ചാമുലയിലുള്ള സകലമാന ജനങ്ങളും ഈ ചുമന്ന സോഡയുടെ രുചി ശീലിച്ചു വളർന്നവരാണ്. നിർമ്മാണ തൊഴിലാളികൾ അതിരാവിലെ തന്നെ 2 ലിറ്ററോ 3 ലിറ്ററോ വരുന്ന കുപ്പികൾ മുറുകെ പിടിച്ചാലെ തോളത്ത് ഏറ്റിക്കൊണ്ടാണ് ജോലിക്ക് പോകുന്നത്. ടിലിൽ കുഞ്ഞുങ്ങൾ ഓറഞ്ച് സോഡ നിറച്ച കുപ്പികളാണ് കുടിക്കുന്നത്. ഇനി മെക്സിക്കോയിലൂടെ തെക്കേ അറ്റത്തുള്ള ചിയാപാസ് എന്ന് പറയുന്ന ഒരു നഗരം, അവിടെ കൊക്കക്കോളയ്ക്ക് മാന്ത്രിക ശക്തി ഉണ്ടെന്നാണ് അവിടുത്തുകാർ വിശ്വസിക്കുന്നത്. അതായത് അവിടുത്തെ മതപരമായ ചടങ്ങുകളിലും രോഗശാന്തി ചടങ്ങുകളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിട്ടാണ് അവർ ഇപ്പോഴും കൊക്കക്കോളയെ കാണുന്നത്. അതുകൂടാതെ അവരുടെ ജന്മദിനം, വിവാഹം, അങ്ങനെയുള്ള അവരുടെ എല്ലാ സെലിബ്രേഷനും ഒക്കെ വരുമ്പോൾ, അങ്ങനെ ആഘോഷങ്ങളിൽ അവർ ഒത്തുകൂടുമ്പോൾ അവിടെയെല്ലാം ഈ കൊക്കക്കോള ഒഴിച്ചുകൂടാനാവാത്ത വസ്തുതയാണ്. ആത്മാവിനെ തിന്മയിൽ നിന്ന് മോചിപ്പിക്കാൻ കൊക്കക്കോള കുടിച്ചാൽ മതിയെന്നാണ് അവിടുത്തുകാർ വിശ്വസിക്കുന്നത്. കാരണമുണ്ട്, കൊക്കക്കോള കുടിച്ചു കഴിഞ്ഞാൽ ഒരു എക്കിള് വരും. ആ എക്കിള് വരുമ്പോൾ അതിൽ നിന്ന് ദുഷ്ടശക്തികൾ ശരീരം വിട്ടുപോകുമെന്നാണ് അവരുടെ വിശ്വാസം. ഓരോരോ വിശ്വാസങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഓരോരുത്തർ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മൾ മറ്റൊരു വസ്തുത മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾ കൊക്കക്കോളയെ ഇത്ര കണ്ട് ആശ്രയിക്കാൻ കാരണം ഉണ്ട്. സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ കുടിവെള്ളക്കുറവാണ് അവിടെ ഇതിനുള്ള കാരണം. അതായത് പലയിടത്തും ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ, അവിടെ കുടിവെള്ളം ലഭിക്കുകയുള്ളൂ. അതുകൂടാതെ ചില ആഴ്ചകളിൽ കുടിവെള്ളം ലഭിക്കുക പോലുമില്ല. അപ്പോൾ അതുകൂടാതെ പലരും അധിക പണം കൊടുത്ത്, അതായത് ബ്ലാക്കിലൊക്കെ കുടിവെള്ളം വാങ്ങാൻ നിർബന്ധിതരാകുന്നത്. അതിനാൽ തന്നെ പല താമസക്കാരും കുപ്പിവെള്ളത്തേക്കാൾ
അല്ലെങ്കിൽ കുടിവെള്ളത്തേക്കാൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നത്. അതായത് കൊക്കക്കോള വണ്ടികൾ എപ്പോഴെപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. കൊക്കക്കോള കിട്ടാനായിട്ട് എളുപ്പമാണ്, അതുകൂടാതെ കുടിവെള്ളത്തേക്കാൾ വിലക്കുറവുമാണ്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ വന്നതുകൊണ്ട് അവർ കൊക്കക്കോള കുടിക്കാൻ നിർബന്ധിതരായി, അത്രയേ ഉള്ളൂ. ശരിക്കും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് അവിടുത്തെ ഏകദേശം പ്രദേശ നിവാസികൾ ഒരു ദിവസം ഏകദേശം 2 ലിറ്ററോളാണ് കൊക്കക്കോള കുടിക്കുന്നത്, ശരാശരി ഒരു മനുഷ്യൻ. എന്നാൽ മറ്റൊരു കണക്കും കൂടി വന്നിട്ടുണ്ട് അവിടെ സർക്കാരിൻ്റെ കീഴിൽ. അതായത് ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല എന്നുള്ളത്. അതായത് ചിയാപാസിൽ പ്രമേഹം മൂലമുള്ള മരണനിരക്ക് 2013 2016 ഇടയിൽ നോക്കിയാൽ ഏകദേശം 30% വർദ്ധിച്ചത് ഗവൺമെൻറ്റിൻ്റെ കണക്ക്. അതായത് പിന്നെ നമ്മൾ നോക്കിയാൽ ഹൃദ്രോഗം കഴിഞ്ഞാൽ ആ സംസ്ഥാനത്ത് മരണത്തിൻ്റെ 2ാമത്തെ പ്രധാന കാരണം പ്രമേഹമാണെന്നും ആ സർക്കാരിൻ്റെ കണക്കുകൾ പറയുന്നു. ഓരോ വർഷവും 3000-ലധികം ആളുകളാണ് ഇതുമൂലം അവിടെ മരണപ്പെടുന്നത്. ഇതിനെതിരെ 2014 ജനുവരിയിൽ അവിടുത്തെ സർക്കാർ, മെക്സിക്കോ സർക്കാർ പഞ്ചസാര പാനീയങ്ങൾക്കും ജങ്ക് ഫുഡിനും ദേശീയ നികുതി ഏർപ്പെടുത്തി. അതായത് ഓരോ ലിറ്റർ പാനീയത്തിനും 10% നികുതി അധികമാണ് ഏർപ്പെടുത്തിയത്. അതുകൂടാതെ മെക്സിക്കോയുടെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് നമ്മൾ നോക്കിയാൽ അമിതവണ്ണമുള്ള കുട്ടികളുടെ എണ്ണത്തിൽ ഇപ്പോൾ രാജ്യം മുന്നിലേറിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 10% കുട്ടികളും ആദ്യത്തെ 6 മാസത്തിനകത്ത് സോഡ കുടിക്കാനാണ് ആരംഭിക്കുന്നത്. മെക്സിക്കോ സിറ്റിയിലെ ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത് ഇത് കുട്ടികളിൽ ഉയർച്ചക്കുറവ്, വളർച്ച മുരടിക്കൽ, പ്രമേഹം എന്നിവയ്ക്ക് കാരണമാകുന്നു. കൂടാതെ പൊണ്ണത്തടിയും കൂടുന്നു കുട്ടികൾക്ക് ഈ അമിതമായ കൊക്കക്കോളയുടെ ഉപയോഗം. സർക്കാർ ഇതിനെതിരെ പല ബോധവൽക്കരണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ. അതായത് നികുതി കൂട്ടി, അതുകൂടാതെ ബോധവൽക്കരണം. പക്ഷേ എന്നിട്ടും അവിടെ കൊക്കക്കോളയുടെ ഈ ശീലം, ഈ കൊക്കക്കോള അമിതമായി ഉപയോഗിക്കുന്ന ഈ ശീലത്തെ പിഴുതെറിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അവിടെ. ആ മണ്ണിൽ ഇപ്പോഴും കൊക്കക്കോളയുടെ ഉപയോഗം നല്ല രീതിയിൽ തഴച്ചു വളരുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ ഒരു നല്ല അറിവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.